ഹായ് ഗായ്സ്, വെൽക്കം ടു തോടും. അപ്പം നമ്മളെ അടുത്ത ട്രെയിലർ റിയാക്ഷനുമായിട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. ഏതാണ് മൂവിയുടെ പേരേത്? കൽക്കി 2898 2898 AD. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ട്രെയിലർ. നമുക്ക് നോക്കാം ട്രെയിലർ എങ്ങനെ ഉണ്ടെന്ന്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കാർട്ടൂൺ മാതിരി. ഇത് മറ്റേ കൃഷ്ണന്റെ പത്താമത്തെ അവതാരം. നൈസ് ആയിട്ടുണ്ട് മറ്റേ കോമഡി. ഈ ലോകത്തിനിയുള്ളത് കോംപ്ലക്സ് മാത്രമാണ്. ദൈവവും ഒരാളാണ്, സുപ്രീം യാസ്കേ. നിങ്ങളെ പോലെ ഒരാൾക്ക് എത്ര പേരെ രക്ഷിക്കാൻ പറ്റുമെന്നറിയോ? ഞാൻ രക്ഷകനാകേണ്ടത് കളർ ഗ്രേഡിംഗ് നൈസ് കേട്ടോ. 6000 വർഷങ്ങൾക്ക് ശേഷമാണ് പ്രത്യക്ഷപ്പെടുന്നത്. ഇപ്പോ ആ പവർ തിരിച്ചു വന്നെന്ന് പറഞ്ഞ ഇനി വെളിച്ചം വരാനുള്ള സമയമാണ്. ഇന്ത്യൻ സിനിമ തന്നെയാണോ? ദീപിക പദുക്കോൺ, അമിതാഭ് ബച്ചൻ. അമ്മയുടെ ഉദരത്തിലുള്ളത് ഒരു സാധാരണ കുഞ്ഞല്ല, അവതാരമാണ്. ഞാൻ രക്ഷിക്കും. പ്രവാസിന്റെ അമ്മയായിട്ടാണ്. സുപ്രീമിന് അപകടമാണ്. പ്രവാസി രാവിലെ തന്നെ ഫൈറ്റ് ചെയ്യാൻ വൈകിയ ഇതുവല്ല സ്വപ്നവനൊന്നും നമ്മള് കോംപ്ലക്സിലാണ്. 1 മില്യൺ യൂണിറ്റ്സ് ഒക്കെ ഉണ്ടോ നിന്റെ കയ്യിൽ? ഒന്നുമില്ലമ്മേ. എന്നെ പോലെ എത്ര പേർക്ക് നിങ്ങൾ ഹീറോ ആണെന്നറിയും. എത്ര യൂണിറ്റ്സ്? ലോകത്തിൽ എല്ലാത്തിനും ഒരു സൈഡേ ഉള്ളൂ, നിന്റെ സൈഡ്. എനിക്ക് അവളെ കിട്ടിയാ മതിയാവും. എനിക്ക് മാത്രമേ അവളെ തിരിച്ചു ഒരു ഗാർഡിയൻ ഓഫ് ഗാലക്സി പോലെ ഉണ്ട്. അവഞ്ചേഴ്സ് മാതിരി. ഇതുവരെ ഒരു ഫൈറ്റും തോറ്റിട്ടില്ല. അങ്കിളിന് ഫൈറ്റ് ചെയ്യാൻ സമയമായി. സയൻസ് ഫിക്ഷൻ ആയിട്ടുണ്ടാവും. ഗാലക്സി ഗാർഡിയൻ ഓഫ് ഗാലക്സി വണ്ടിയൊക്കെ തന്നെ. ശോഭനാണ് അല്ലേ? മറ്റേ ഹെലന്റെ അവളാ. ജന്മം എടുത്തിട്ടില്ലാത്ത ഈ കുഞ്ഞിന് വേണ്ടി ഇനി എത്ര പേര് മരിക്കണമെന്നാ? ഭയപ്പെടരുത്, കമലഹാസൻ. മറ്റൊരു പ്രപഞ്ചം വരുന്നു. എല്ലാരും ഉണ്ട്. മറ്റൊരു പ്രപഞ്ചം വരുന്നുണ്ട്. ഇനിയൊരു യൂണിവേഴ്സ് ഒക്കെ വേണ്ടി ഉള്ള അവഞ്ചേഴ്സ് മാതിരിയാണെന്ന് തോന്നുന്നു. അതേ കണക്ക് തന്നെ ഗാർഡിയൻ ഓഫ് ഗാലക്സി അങ്ങനെ അതുപോലെ തന്നെ കണ്ണു. നല്ല പൈസ ഇറങ്ങിയ സിനിമ ആയിരിക്കും. ഒരു 10-500 കോടിക്ക് മുകളിൽ കാണും എന്തായാലും. ലാസ്റ്റത്തെ കമലഹാസന്റെ ഡയലോഗ് കേട്ടപ്പോ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. യൂണിവേഴ്സ് ആക്കാനുള്ള പരിപാടിയാണ്. നമുക്ക് വരട്ടെ, ഇന്ത്യൻ സിനിമയിലും വരട്ടൊരു അവഞ്ചേഴ്സ് ഒക്കെ. അതെ, അവഞ്ചേഴ്സ് ഉണ്ടാക്കി വരുന്നുണ്ട്. പക്ഷെ അവഞ്ചേഴ്സ് മാതിരി അല്ലെങ്കിലും ഏകദേശം അവഞ്ചേഴ്സ് ടച്ച് ഫീൽ ചെയ്ത്. ആ ഗാർഡിയൻ ഓഫ് ഗാലക്സി ഒക്കെ നല്ല രീതിയിൽ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ഗണ്ണും ആ വണ്ടിയും കാര്യങ്ങളും എല്ലാം നോക്കാം ഇറങ്ങുമ്പം. പക്ഷെ എനിക്ക് ബാഹുബലിയേക്കാളും നല്ലതായിട്ട് തോന്നുന്നുണ്ട് വരുമ്പോ. എനിക്ക് ഇടയ്ക്ക് എവിടെയൊക്കെ ഒരു സലാർ ടച്ച് അടിച്ച് ആ ചങ്ങലയൊക്കെ എടുത്ത് എറിയുന്ന സാധനം ഉണ്ടല്ലേ. പക്ഷെ വെറൈറ്റി ഉണ്ട് എല്ലാം. കളർ ഗ്രേഡിങ്ങും എഡിറ്റിങ്ങും എല്ലാം ഒരു നല്ല വെറൈറ്റി. വൻ താരനിരയാണ് കൊണ്ടുവന്നേക്കുന്നത്. ഓ, അമിതാഭ് ബച്ചൻ മലയാളത്തിൽ നിന്നുണ്ട്, തമിഴിൽ നിന്നുണ്ട്, എല്ലാം. ഹിന്ദി, തെലുങ്ക് നല്ലൊരു സിനിമ ആയിരിക്കും. അതെ, പ്രതീക്ഷിക്കാം. ആയിരിക്കും. അല്ല, ഈ ട്രെയിലറിന് നല്ലൊരു സിനിമ ആയിട്ട് തോന്നുന്നുണ്ട് വരുമ്പോ. എന്തായാലും 2 പാർട്ട് ഇറങ്ങുന്നില്ല. ഇതും 2 പാർട്ടുണ്ടല്ലേ? 2 പാർട്ടുണ്ടെന്ന് തോന്നുന്നു. സെക്കൻഡ് പാർട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ പ്രവാസിന് ഇപ്പൊ ഏതിന്റെയൊക്കെ സെക്കൻഡ് പാർട്ട് ചെയ്യും? സലാറിന് ഇരിക്കുന്നു. എനിക്കറിയാം. ടൈം കിടക്കയല്ലേ ചെയ്യാനായിട്ട്. അത് ശരിയാണ്. ഈ സിനിമ ആയിട്ട് അടുത്തതായിരിക്കും സലാറായിരിക്കും. അപ്പം ഇതിന്റെ എനിക്ക് തോന്നുന്നു സ്ക്രീൻ പ്ലേ എല്ലാം നാഗേഷനാണെന്ന് തോന്നുന്നു. അന്ന് എനിക്ക് അയാളുടെ വേറെ സിനിമ ആയിട്ട് പറയാനായിട്ട് ഇതുണ്ട്. ഏതോ 1-2 സിനിമ ചെയ്തിട്ടുണ്ടെന്നു. മറ്റേ
നമ്മുടെ പേരെന്തുവായിരുന്നു, കീർത്തി വെച്ചൊരു പടം അത് ഇയാളുടെ നാഗേഷിൻ്റെ ആണെന്ന് തോന്നുന്നു. മഹാനദിയോ നോക്കാം. അപ്പൊ എന്തായാലും നല്ല സിനിമയാണെന്ന് പ്രതീക്ഷിക്കാം. നല്ല ബഡ്ജറ്റ് ഒക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? വന്ന് നിൽക്കുന്ന ബുക്മൈഷോയുടെ ഓഫറിലൊക്കെയാണല്ലേ. അതെ, ബുക്മൈഷോ 300 രൂപ ഓഫ് മൂവി ടിക്കറ്റ് എടുക്കാം, ഇപ്പോഴേ എടുത്ത് വയ്ക്കാം. ഓക്കെ, അപ്പോ ഇതിന്റെ ബഡ്ജറ്റ് എത്രയായിരുന്നു? എന്തായാലും 500-600 കോടിക്ക് പുറത്ത് പോയിരിക്കും. കാരണം ഇത്രയും ഇതൊന്നും താരനിരക്ക് മാത്രമല്ല, എടുത്തേക്കുന്ന രീതിയും എല്ലാം നൈസായിട്ടുണ്ട്. സിനിമാറ്റോഗ്രാഫി ഒക്കെ ഒരുപാട് ചെയ്തിറക്കുന്നത്, സിനിമാറ്റോഗ്രാഫി എഡിറ്റിംഗ് ആണെങ്കിലും എല്ലാം നൈസായിട്ടുണ്ട്. നോക്കാം. സിനിമ എന്നാണ് ഇറങ്ങുന്നതെന്നൊന്നും പറഞ്ഞിട്ടില്ല. 27 കൊടുത്തിരുന്നത്. 27 27 ആ 27 ജൂൺ 27 ജൂണിലാണ് അല്ലേ? യെസ്, ആവാറായി. അതെ. ഇന്നൊരു 17 ദിവസം, ഇന്ന് 10 അല്ലേ? ഇന്റർ എ ന്യൂ വേൾഡ്, അത് തന്നെയാണ് യൂണിവേഴ്സ് പടം തന്നെയാണ്. യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യണം. അതെ, എനിക്ക് ഈ മലയാളത്തിൽ കണ്ടുകൊണ്ടുള്ള കുഴപ്പം മാത്രമേ ഉള്ളൂ. നമ്മൾ തമിഴിലാണെങ്കിൽ കുറെ കൂടെ നല്ലതായിരിക്കും. പക്ഷെ എങ്കിലും കൊള്ളായിരുന്നു. മലയാളത്തിലാണെങ്കിൽ പ്രതീക്ഷിനേക്കാളും നല്ലോണം ചെയ്തിട്ടുണ്ട്. ഡബിങ് ആണെങ്കിലും പ്രവാസിന് ഡബ് ചെയ്യുന്ന ആള് തന്നെയാണ് ചെയ്തേക്കുന്നത്. അമിതാഭ് ബച്ചൻ്റെ ഡയലോഗ് പറയുന്ന ആൾ എനിക്ക് എന്തോ ഒരു ഇത് തോന്നി ഇടയ്ക്ക്. അത് ട്രെയിലർ ആയതുകൊണ്ടായിരിക്കും. ബാക്കി ഡബിങ്ങും എല്ലാം വരുമ്പോൾ കറക്റ്റ് ആവുമായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ട്രെയിലർ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. എനിക്കത് കുഴപ്പമില്ല എന്നുള്ളൊരു സാധനം മാത്രമേ അടിച്ചുള്ളൂ. എനിക്ക് അങ്ങോട്ട് നല്ല രീതിയിൽ ആണ് എന്നുള്ള ഒരു അഭിപ്രായം എനിക്ക് വന്നിട്ടില്ല. എനിക്ക് നല്ല അവഞ്ചേഴ്സ് ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കും ആ ഒരു ഫീലിങ്ങിനെ വന്നു. അവഞ്ചേഴ്സ് ഞാനും കാണുന്നത്, എനിക്ക് ആ അവഞ്ചേഴ്സ് ടച്ച് വന്നോണ്ടാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്, ആ ഒരു ഇഷ്ടപ്പെടാത്തതിന്റെ. പക്ഷെ എനിക്ക് അങ്ങനെ ഉള്ളതുകൊണ്ടാ ഇന്ത്യൻ സിനിമയിൽ അവഞ്ചേഴ്സ് ടച്ചിലൊക്കെ പടം ഇറങ്ങുന്നുണ്ടോ എന്നുള്ള ഒരു ആകാംക്ഷ. കണ്ടു നോക്കാം. ബെറ്റർ ആയിട്ട് ചെയ്താൽ മതിയല്ലേ? ബെറ്റർ ആയിട്ട് ചെയ്ത് നമുക്കും ഒരു അവഞ്ചേഴ്സ് പോലുള്ള ഒരു ഗാർഡിയൻ ഓഫ് ഗാലക്സി അതുമായിട്ട് അവഞ്ചേഴ്സ് എന്ന് പറയാൻ പറ്റില്ല, ആ ഒരു ടച്ച്. അല്ല, ഇതിപ്പോ ഒരു യൂണിവേഴ്സ് അല്ലേ? അവഞ്ചേഴ്സ് പോലെ ഒരു യൂണിവേഴ്സ് കിട്ടട്ടെ എന്ന്. ഇതുപോലെ നമ്മൾ മുന്നൽ മുരളിയിൽ ഒരെണ്ണം പ്രതീക്ഷിച്ചിരിപ്പുണ്ട്. എന്തോരോ എന്തോ അതൊരു യൂണിവേഴ്സ് ആയിരുന്നു. അപ്പോൾ ഈ ട്രെയിലറിനെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. ട്രെയിലർ കാണാത്തവരുണ്ടെങ്കിൽ കാണുക. എന്നെ പോലെ അഭിപ്രായമുള്ളവരുണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തുക കേട്ടോ. എനിക്കൊരു സപ്പോർട്ടിന് ഇപ്പം ഇവരാണ് ഭൂരിപക്ഷം കൂടുതൽ. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയുമായി ഉടനെ വരുന്നതാണ്. ഓക്കെ, ബൈ. ബൈ.